പോയി നോക്ക്. വയനാട്ടിൽ വീട് നിർമ്മാണം തുടങ്ങിയെന്ന് സതീശൻ പറഞ്ഞത് ഓർമ്മയില്ലേ? നിന്ന നിപ്പിൽ എങ്ങനെയാണ് അത് ഉൾട്ടയടിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോ കയ്യിൽ 10 പൈസ ഇല്ലാതെ വീട് പണി തുടങ്ങി എന്നുള്ള ആ ഡയലോഗ് ഒന്ന് കേട്ടെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിക്കാൻ പോയത്. ലീഗ് അതിന് പോയില്ല. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ കേട്ടല്ലോ, കയ്യിൽ 10 പൈസ ഇല്ലാതെ വയനാട് ഒരു കല്ലിടൽ നാടകം നടത്തിയതിനു ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സതീശൻ ഒരു ഉളുപ്പുമില്ലാതെ, അല്പം പോലും അറപ്പില്ലാതെ പച്ച നുണ പറഞ്ഞതിന് ശേഷം ഇന്നലെ കണക്ക് പുറത്തു വന്നു. കയ്യിൽ 10 പൈസ ഇല്ല, വയനാട് അവർ തുടങ്ങിയ അക്കൗണ്ടിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു. ഒരു പഠിച്ച കള്ളൻ ഓരോ സന്ദർഭത്തിൽ അയാളുടെ കള്ളങ്ങൾ പിടിക്കുമ്പോൾ എങ്ങനെയാണ് ആ കള്ളങ്ങൾക്ക് മുകളിൽ കിടന്ന് ഉരുണ്ട് പെരണ്ട് മെഴുകി പോകുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദേ നോക്കൂ, അതേ ക്യാമറ, അതേ കോലുകൾ, അതേ മാപ്രകൾ, അതേ സതീശൻ. പക്ഷേ ഇന്നലകളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അയാൾ ഇന്നെന്ത് പറയുന്നു എന്ന് കേട്ടെ. അല്ല, അത് ബാങ്കിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലെ കൊടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, ആപ്പ് വഴി കളക്ട് ചെയ്ത പൈസ അത് പുറത്തു കൊടുത്തു. ആ പുറത്ത് കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ നിങ്ങൾ. വിഡ്രോ ചെയ്തേക്കുന്നതിന്റെ കറക്റ്റ് ആണ്. ആദ്യം ആപ്പുകാർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ സുധാരനോട് വിഡ്രോ ചെയ്തു. പിന്നെ ഇപ്പൊ ഈ സ്ഥലം മേടിക്കാനുള്ള പൈസയും വിഡ്രോ ചെയ്തു. അതിന്റെ അത് ഞങ്ങളെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. വീട് പണിയാൻ KPCC ഫണ്ടിൽ നിന്ന് ACC ഫണ്ടിൽ നിന്നും പൈസ വരും. അല്ല ഇല്ല, ഇനി പൈസ ഇല്ല, ഇനി പൈസ കളക്ഷൻ ഇല്ല. KPCC ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും, AICC ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും. ആരെങ്കിലും തന്നാ വാങ്ങിക്കും. പിന്നല്ലാതെ ഞങ്ങൾക്ക് പൈസ ഉണ്ട്. ACC സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നേരിട്ട്. അത് പിന്നെ വെറുതെ അത് ആർക്കും പറയാലോ, ആർക്കും എന്തും പറയാലോ. ആർക്കും പറയാലോ, ഇതൊക്കെ എന്ത് വേണേലും പറയാലോ. എന്ത് കള്ളത്തരമാണ് CPM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നോണയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അവിടെ അതിന്റെ വീട് പണി തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാല് പണം ഉണ്ടെന്നേ. പണം കൊടുക്കാൻ AICCയിൽ പൈസ തരും എന്ന് പറഞ്ഞത് ഞാൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഇതൊക്കെ ആ വിഷയം ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞ് ക്ലിയർ ചെയ്ത. വേറെ വല്ലതും ചോദിക്കും. വേറെ കുത്തിത്തിരിപ്പാട്ട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. വെറുതെ അതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പരിപാടിയിൽ ആരൊക്കെ ഉണ്ടാവണമെന്ന്. അവിടെ ഞാനുണ്ടായിരുന്നു, തെലങ്കാന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഈ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനും അംഗങ്ങളും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം എല്ലാവരും ഓരോ സ്ഥലത്തല്ലേ, ഓരോ സ്ഥലത്ത് പരിപാടിയിലല്ലേ. നല്ല കുത്തിത്തിരിപ്പാണല്ലോ രാവിലെ. വേറെ ഒന്നുമില്ല. വേറെ കുത്തിത്തിരിപ്പ്. ഇലക്ഷന്റെ അവസാനമായി കുത്തിത്തിരിപ്പ് ചോദ്യമാണത്. പിണറായി വിജയനോട് ചേട്ടൻ ചോദിക്കാറില്ലല്ലോ ഇങ്ങനത്തെ ഒരു. പിന്നെ ചോദിക്കാനേ പിന്നെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. ഞാനേതുകൊണ്ട് പാവം ഇങ്ങനെയൊക്കെ മറുപടി പറയണേ അല്ലേ. അതൊക്കെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു. വേറെ അതേ അടുത്ത ആള്. കേരളത്തിലെ കോൺഗ്രസുകാരുടെ കൺകണ്ട നേതാവ്, അതായത് ജീവിതത്തിൽ ഒരു വിഷയത്തിൽ പോലും സത്യസന്ധതയില്ലാത്ത, വാ തുറന്നാൽ പച്ച കള്ളം മാത്രം പറയുന്ന വ്യക്തിയെന്ന് പിന്നെയും തെളിയിക്കപ്പെടുകയാണ്. ഇതുപോലുള്ള കള്ളന്മാരെ പോലും നേതാവായി കാണാനായിട്ട് മാനസികാവസ്ഥയുള്ള അണികളുണ്ടെങ്കിൽ ആ അണികളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരും ഏത് ടൈപ്പ് ആൾക്കാരായിരിക്കണം? അതായത് ഒരു വിഷയത്തിൽ സത്യസന്ധത പുലർത്താത്ത വ്യക്തിയെ ഈ രീതിയിൽ അവർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ, അവരെ മുഖ്യമന്ത്രിയായി കാണണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അയാളുടെ പിന്നിൽ അണിനിരക്കുന്ന മനുഷ്യർ അത് ആഗ്രഹിക്കുന്നത്? അവരും അതേ മനോഭാവക്കാരും അതേ താല്പര്യക്കാരുമാണ്. അതായത് കച്ചവടങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആര് വരണം? ഒരു 916 കള്ളനെ നമുക്ക് കിട്ടണം. ആ കള്ളനാണ് സതീശൻ എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം. ഇന്നലകളിൽ പാവപ്പെട്ട മനുഷ്യരുടെ ചിതറിത്തെറിച്ചു പോയ ശവശരീരങ്ങളെ കൊള്ളയടിക്കും പോലെ ശവം തൂക്കികളായിട്ട് വയനാടിന്റെ പേരിൽ ഫണ്ട് പിരിച്ച് പുട്ടടിച്ചിട്ട് ഇപ്പോ പണമില്ലെന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ വീണ്ടും ന്യായീകരിക്കാൻ ഇവർ ഇറങ്ങിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ത് ദൈവവിശ്വാസികളാണ്?
കാപട്യങ്ങളാണെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. 5 നേരം നിസ്കരിക്കുന്ന ലീഗന്മാർ പോലും ഈ പച്ചക്കള്ളം പറയുന്ന നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പടച്ചവനിലാണോ വിശ്വസിക്കുന്നതെന്ന് ഈ നാട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റില്ല. ആരാണ് കപട വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയാം, കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരാണെന്ന് സംശയലേശമില്ലാതെ പറയാൻ കഴിയുന്നതാണ് സതീശന്റെ ഇന്നത്തെ പ്രതികരണവും. അതെല്ലാം കേട്ടിട്ട് അതിന് മൗന പിന്തുണ കൊടുക്കുമ്പോൾ എവിടെയാണ് ലീഗ്? ആ പാവപ്പെട്ട മനുഷ്യരോട് നല്ല ദൈവവിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയാണോ കാട്ടേണ്ടിയിരുന്നതെന്ന ചോദ്യം അവിടെ ചെല്ലുമ്പോൾ പടച്ചവൻ ചോദിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇങ്ങനെ ചെയ്തൊരു വ്യക്തിയെ പിന്തുണയ്ക്കാൻ ലീഗുകാരും മുസ്ലിങ്ങളും തയ്യാറായിട്ടുണ്ടെങ്കിൽ നരകമുറപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ റൂം ബുക്ക് ചെയ്തോളാൻ ഇപ്പൊ തന്നെ പടച്ചവനോട് പറഞ്ഞോളൂ.